പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂറിനൊപ്പം പാകിസ്ഥാനെ സാമ്പത്തികമായി പ്രതിസന്ധിയിലാക്കുന്നതിനുള്ള തന്ത്രപരമായ നടപടികളും ഇന്ത്യ കൈക്കൊണ്ടിട്ടുണ്ട്. സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ അതിൽ ഉൾപ്പെടുന്നു. ഉഭയകക്ഷി വ്യാപാരം, ഷിപ്പിംഗ്, ലോജിസ്റ്റിക്സ് പ്രവർത്തനം, വ്യോമാതിർത്തി അടയ്ക്കൽ തുടങ്ങി ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നടപടികളും പാകിസ്ഥാനെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കുന്നതാണ്. സാമ്പത്തികം എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് നിലവിൽ വലിയ വെല്ലുവിളി തന്നെയാണ്. ഇന്ത്യയുമായുള്ള സംഘർഷം രൂക്ഷമായാൽ പാകിസ്ഥാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടും. അന്താരാഷ്ട്ര നാണയനിധി പോലുള്ള ഏജൻസികളിൽ നിന്ന് വായ്പ എടുക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെയും പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. പാകിസ്ഥാന് $1.3 ബില്യൺ, അതായത് ഏകദേശം 10,000 കോടി രൂപയിലധികം വായ്പ നൽകുന്നതിനെ കുറിച്ച് അവലോകനം ചെയ്യാൻ മെയ് 9 IMF ബോർഡ് യോഗം ചേരാനിരിക്കുകയാണ്. പാകിസ്ഥാന് വായ്പ കൊടുക്കാൻ IMF തീരുമാനിക്കുകയാണെങ്കിൽ അത് വലിയൊരു ചോദ്യമാണ് ആഗോള സംവിധാനത്തിന് നേരെ ഉയർത്തുന്നത്. ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ സ്ഥിരതയിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് IMFന്റേത് പോലുള്ള അന്താരാഷ്ട്ര സാമ്പത്തിക സഹായങ്ങൾ. ഇത്തരം സാമ്പത്തിക സഹായങ്ങൾ പഹൽഗാം അടക്കമുള്ള പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെ പരോക്ഷമായി പിന്തുണയ്ക്കാൻ പ്രാപ്തമാക്കുന്നുണ്ടോ എന്ന ചോദ്യം ഇവിടെ നിർണായകമാകും. ഇന്ത്യയെ സംബന്ധിച്ച് ഇതിന്റെ ഉത്തരം കൂടുതൽ വ്യക്തമാണ്. അതെ, പക്ഷേ നേരിട്ടുള്ള ധനസഹായത്തിലൂടെയല്ല, മറിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ വിഭവങ്ങൾ സ്വതന്ത്രമായി ഉപയോഗിക്കുന്നതിനും പ്രതിനിധി നെറ്റ്വർക്കുകൾ സംരക്ഷിക്കുന്നതിനും അതിർത്തി കടന്നുള്ള ഭീകരവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സൈനിക രഹസ്യാന്വേഷണ ദൗത്യങ്ങളെ ഒറ്റപ്പെടുത്തുന്നതിനും ഫണ്ട് നൽകി പാകിസ്ഥാന്റെ ഭീകരതയെ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുകയാണ് IMF ചെയ്യുന്നത്. IMF പാകിസ്ഥാന് വായ്പ നൽകുന്നതിനെ ഇന്ത്യ ശക്തമായി തന്നെ എതിർത്തേക്കും. ഇത് വെറും വാചാടോപമല്ല. മെയ് 7 നടത്തിയ സൈനിക ആക്രമണമായ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടുള്ള കൃത്യമായ ആക്രമണമാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത് നൽകുന്ന നയതന്ത്ര സന്ദേശം വ്യക്തമാണ്. ഭീകരതയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനാകില്ല, പ്രത്യേകിച്ചും IMFലൂടെ എന്ന വാദമാണ് ഇന്ത്യ ഉയർത്തുന്നത്. IMF ഫണ്ടുകൾ നേരിട്ട് ഭീകരവാദത്തിനായി ഉപയോഗപ്പെടുത്തുന്നു എന്നല്ല ഇന്ത്യയുടെ വാദം. എന്നാൽ സാമ്പത്തിക സഹായം ആഭ്യന്തര തലത്തിൽ പാകിസ്ഥാന്റെ തീവ്രവാദത്തിലേക്കുള്ള സാമ്പത്തിക ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കും. ISI പോലുള്ള സൈനിക രഹസ്യാന്വേഷണ സംവിധാനത്തിലേക്കും ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകരവാദ സംഘടനകളിലേക്കും ഈ ഫണ്ട് ദുരുപയോഗം ചെയ്യപ്പെടുമെന്നാണ് ഇന്ത്യയുടെ വാദം. IMF ഫണ്ട് നൽകുന്നത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ആയോ കാലാവസ്ഥാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കോ ആയാണ്. എന്നാൽ ഈ ഫണ്ട് പാകിസ്ഥാൻ നിലവിൽ നേരിടുന്ന സാമ്പത്തിക സമ്മർദ്ദം ലഘൂകരിക്കും. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾക്കായി പാകിസ്ഥാൻ ഫണ്ട് വിനിയോഗിക്കും. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഇതാണ് വലിയ പ്രശ്നം. 1958 പാകിസ്ഥാന് IMF ആദ്യ പാക്കേജ് നൽകുന്നത്. 3 വർഷത്തിൽ ശരാശരി 1 എന്ന കണക്കിൽ 23 പാക്കേജുകൾ ഇതുവരെ പാകിസ്ഥാൻ പ്രയോജനപ്പെടുത്തി. 1988, 1994, 2001, 2008 എന്നീ വർഷങ്ങളിൽ പാക്കേജ് അനുവദിച്ചു. 2013 $660 കോടി IMF പാകിസ്ഥാന് നൽകിയത്. 2019 $600 കോടി പാക്കേജ് അനുവദിച്ചു. 2024 $700 കോടി പാക്കേജ് നൽകി. 2025 $1300 കോടി കാലാവസ്ഥാ പ്രതിരോധത്തിനുള്ള സാമ്പത്തിക പിന്തുണയായി അനുവദിക്കുന്നത് ആലോചിക്കുന്നു. എന്നാൽ ഈ ഫണ്ടുകൾ കൃത്യമായി ഘടനാപരമായ സാമ്പത്തികമായ പരിഷ്കരണങ്ങൾക്കായി ഉപയോഗിക്കുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടുവെന്ന് മുൻ IMF അംഗങ്ങൾ അടക്കമുള്ളവർ വിമർശിക്കുന്നു. 2024 IMF അവലോകനത്തിൽ പാകിസ്ഥാൻ സാമ്പത്തികമായി ചെറുതായെങ്കിലും കരകയറിയതിനെ പ്രശംസിച്ചിരുന്നു. എന്നാൽ കാര്യങ്ങൾ വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് തന്നെ പോയി. വായ്പ വിതരണം ചെയ്യാൻ തുടങ്ങുമ്പോൾ വികസനത്തെക്കുറിച്ച് പാകിസ്ഥാൻ മറക്കും. IMF നൽകുന്ന ഓരോ സാമ്പത്തിക പാക്കേജും പാകിസ്ഥാന്റെ ബാലൻസ് ഷീറ്റിന്റെ അസ്ഥിരതയിൽ നിന്നും സ്ഥിരതയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഫണ്ട് മറ്റ് ചെലവുകൾക്കായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്നാണ് ഇന്ത്യ ശക്തമായി ആരോപിക്കുന്നത്. സൈനിക ഗവേഷണം, വികസന പ്രവർത്തനങ്ങൾ, അതിർത്തി കടന്നുള്ള നിരീക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും, ISIയുമായി ബന്ധപ്പെട്ട റിക്രൂട്ട്മെന്റ്, തീവ്രവാദം മറയ്ക്കുന്നതിനായുള്ള മതസംഘടനകൾ എന്നിങ്ങനെ പല വഴിക്കായാണ് IMF ഫണ്ട് പാകിസ്ഥാൻ വിനിയോഗിക്കുന്നതെന്നും ഇന്ത്യ ആരോപിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ചിട്ടും ജമാഅത്ത് ഉദ് ദവ പോലുള്ള സംഘടനകൾ
പാകിസ്ഥാനിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധിയുടെ മറവിൽ പാകിസ്ഥാൻ എങ്ങനെയാണ് തീവ്രവാദത്തെ വളർത്തുന്നതെന്ന് ഇന്ത്യ തെളിയിക്കുന്ന ഒരു വസ്തുതയാണ്. പാകിസ്ഥാനെതിരെയുള്ള വിമർശനത്തിൽ ഇന്ത്യ ഒറ്റയ്ക്കല്ല. ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസ് തുടങ്ങിയ ഗവേഷണ സ്ഥാപനങ്ങളും പാകിസ്ഥാന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ തുറന്നു കാണിച്ചിട്ടുണ്ട്. സുതാര്യമല്ലാത്ത പ്രതിരോധ മുൻഗണനകൾക്കായി വിഭവങ്ങൾ ഉപയോഗിക്കുന്നു. സർക്കാരിന്റെ പിന്തുണയോടെ ഭീകര പരിശീലന ക്യാമ്പുകൾ നടത്തുന്നു. FATF ഗ്രേ ലിസ്റ്റിംഗ് സമയത്ത് അച്ചടക്കം പാലിക്കൽ, സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ മറവിൽ 2008 മുതൽ 2015, 2018 മുതൽ 2022 എന്നീ വർഷങ്ങളിൽ നടന്ന FTF ഗ്രേ ലിസ്റ്റിംഗിലും തീവ്രവാദ സമ്പദ് വ്യവസ്ഥകളുടെ മുഖാവരണം പൊളിക്കാനായില്ല. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ ധനസഹായം, ആയുധക്കടത്ത് എന്നിവയെ ചെറുക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു സമിതിയാണ് FATF. IMFനും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവർക്കും പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി യാഥാർത്ഥ്യമായി തോന്നിയേക്കാം. ഫണ്ട് നൽകാതിരിക്കുന്നത് സാമ്പത്തിക തകർച്ച, കുടിയേറ്റം, ചൈനീസ് നുഴഞ്ഞുകയറ്റം എന്നിവയിലേക്ക് നയിച്ചേക്കും. എന്നാൽ ഇന്ത്യയുടെ ആരോപണങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് IMF പാകിസ്ഥാന് വായ്പ നൽകിയാൽ അത് രക്തരൂക്ഷിതമായ ഒരു സാഹചര്യത്തിന് വഴിയൊരുക്കും, കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുള്ള സാമ്പത്തിക സഹായം പുനഃപരിശോധിക്കാൻ IMF, ലോകബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയോട് ഇന്ത്യ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരം സഹായം അശ്രദ്ധമായി തീവ്രവാദ അടിസ്ഥാന സൗകര്യങ്ങളെ പിന്തുണയ്ക്കുമെന്ന ആശങ്കയും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ പാകിസ്ഥാന് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള പാക്കേജിൽ പാകിസ്ഥാനെതിരെ വോട്ട് ചെയ്യുന്നതിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നിരുന്നു. ഉഭയകക്ഷി പ്രശ്നങ്ങൾക്കിടയിലും സാമ്പത്തികമായി ആശ്വാസം നൽകുന്ന നടപടികളെ തടസ്സപ്പെടുത്താതിരിക്കാനായിരുന്നു ഇത്. എന്നാൽ പഹൽഗാം പശ്ചാത്തലത്തിൽ ഇന്ത്യ IMF സഹായം നൽകുന്നതിനെതിരെ വോട്ട് ചെയ്തേക്കും. $1300 കോടി വായ്പ നൽകുന്നതിനെ IMF അവലോകന യോഗത്തിൽ ഇന്ത്യ എതിർക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പരോക്ഷമായി ഭീകരപ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് അത്തരം സഹായം ഉപകരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയായിരിക്കും ഇന്ത്യ എതിർപ്പറിയിക്കുക. യോഗത്തിന് തൊട്ടു മുന്നോടിയായി ഇന്ത്യ IMFലെ പ്രതിനിധിയായ K. സുബ്രഹ്മണ്യനെ നീക്കി പകരം ലോകബാങ്കിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പരമേശ്വരൻ അയ്യരെ താൽക്കാലികമായി IMF ബോർഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെതിരെ IMFൽ ഇന്ത്യയുടെ നയതന്ത്ര ശ്രമങ്ങൾക്ക് മൂർച്ച കൂട്ടുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിയമനം. ചരിത്രാതീത കാലം മുതൽ തന്നെ സാമ്പത്തിക പരിഷ്കരണങ്ങളെക്കാൾ പാകിസ്ഥാൻ മുൻഗണന നൽകുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കാണ്. തുടർച്ചയായ സാമ്പത്തിക പ്രതിസന്ധികളും അന്താരാഷ്ട്ര പരിശോധനകളും നേരിട്ടിട്ടും സൈനിക ആവശ്യങ്ങൾക്കുള്ള പാകിസ്ഥാന്റെ നീക്കിയിരിപ്പ് ഏറ്റവും ഉയർന്ന തലത്തിലാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ വിഹിതമാണ് GDPയിൽ ഉയർന്നു നിൽക്കുന്നത്. സാമ്പത്തികമായി കടുത്ത ഞെരുക്കം നേരിട്ട സമയത്ത് പോലും അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2024-25 പാകിസ്ഥാൻ $2,10,000 കോടി പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചത്. സൈനിക പെൻഷൻ, തന്ത്രപരമായ പദ്ധതികൾ, സുരക്ഷാ ചെലവിടൽ എന്നിവ ഒഴിച്ചു നിർത്തിയുള്ള തുകയാണിത്. അതേസമയം വികസനത്തിനായുള്ള ചെലവിടൽ പാകിസ്ഥാൻ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. ആരോഗ്യം, വിദ്യാഭ്യാസം, തൊഴിൽ സൃഷ്ടി എന്നിവയ്ക്കായുള്ള ചെലവിൽ ധനക്കമ്മി നികത്തുന്നതിനായി വെട്ടിക്കുറച്ചു. വികസന പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായുള്ള ചെലവിടലിലെ ഈ അസന്തുലിതാവസ്ഥ പരക്കെ വിമർശിക്കപ്പെടുന്നുണ്ട്. പാകിസ്ഥാന്റെ മോശം സാമ്പത്തിക മാനേജ്മെന്റിനെ മാത്രമല്ല, ബോധപൂർവമുള്ള ഭരണകൂട തന്ത്രത്തെയും പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്ന് വിമർശകർ വാദിക്കുന്നു. ദേശീയ സുരക്ഷയെ സൈനിക ശക്തിയായി തുലനം ചെയ്യുന്നതും ബജറ്റ് മുൻഗണനകളിൽ സൈന്യത്തിന് ആധിപത്യം നൽകുന്നതും പാകിസ്ഥാൻ മെനയുന്ന തന്ത്രത്തിന്റെ ഭാഗമാണ്. ഇത്തരം ബജറ്റ് നീക്കിയിരിപ്പ് രീതികൾ പലയിടത്തും പാകിസ്ഥാന് മറയാകുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കുന്നതിനും ഇത് കാരണമാകുന്നു. എന്നാൽ ഈ വസ്തുത തിരിച്ചറിയാൻ ശ്രമിക്കാതെ IMF പോലുള്ള സംഘടനകൾ നിരുത്തരവാദപരമായി ഫണ്ട് അനുവദിക്കുന്നതിന് പാകിസ്ഥാന്റെ തന്ത്രപരമായ ബജറ്റ് വിനിയോഗത്തിന് പ്രോത്സാഹനമാകുമെന്നാണ് ഇന്ത്യ ഭയക്കുന്നത്. പഹൽഗാം പോലുള്ള ആക്രമണങ്ങൾക്ക് ഫണ്ട് നൽകിക്കൊണ്ട് IMF പാകിസ്ഥാനെ ബോധപൂർവം സഹായിക്കുകയാണോ? അല്ല. എന്നാൽ സാമ്പത്തികമായി ദുർബലമായ ഒരു രാജ്യത്തെ സഹായിക്കാനുള്ള അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി തീവ്രവാദം വളർത്താൻ പാകിസ്ഥാനെ പ്രാപ്തമാക്കുന്നുണ്ടെന്നാണ് ഇന്ത്യയുടെ ഉത്തരം. ഇത് ലോകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിലൂടെ ആഗോള സാമ്പത്തിക വ്യവസ്ഥ അറിഞ്ഞോ അറിയാതെയോ ഭീകരതയ്ക്ക് ഒരു പങ്കാളിയായി മാറുന്നു. സാമ്പത്തിക രക്ഷാപ്രവർത്തനമോ തന്ത്രപരമായ ഉത്തരവാദിത്വമോ തെരഞ്ഞെടുക്കാൻ IMF ഇപ്പോൾ നിർബന്ധിതമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭീകരതയ്ക്ക് ധനസഹായം നൽകാൻ കഴിയില്ല എന്ന സന്ദേശം വിട്ടുവീഴ്ചയ്ക്ക് വിധേയമല്ല.
IMF-ലൂടെ ഭീകരവാദത്തെ പിന്തുണയ്ക്കാനാകില്ലെന്നും ഇന്ത്യ വാദിക്കുന്നു. പാകിസ്ഥാൻ എന്തിനു വേണ്ടിയാണ് ധനം വിനിയോഗിക്കുന്നതെന്ന് അറിയാതെ ലോകത്തിന് പാകിസ്ഥാന് ധനസഹായം അനുവദിക്കാൻ കഴിയുമോ എന്ന ചോദ്യവും IMF വോട്ടെടുപ്പിന് തയ്യാറെടുക്കുമ്പോൾ ഉയർന്നു വരുന്നുണ്ട്.